ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. ചായയൊക്കെ ആവുന്ന സമയം കൊണ്ട് തന്നെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് 1 കപ്പ് നിറച്ച് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചതും ഒരു 1/4 ടീസ്പൂണിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറിയൊരു ഫ്ലേവർ. അതുപോലെ തന്നെ 2 നുള്ള് ഗരം മസാലപ്പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പേസ്റ്റാക്കി എടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ ബജ്ജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കട്ടിയുള്ളൊരു മാവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒന്നിച്ച് ഒഴിക്കുന്നില്ല, 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അതായത് ബജ്ജി മാവ് എന്ന് പറയുമ്പോൾ കൂടുതൽ ലൂസായി പോകണ്ട. നമ്മൾ ഇപ്പോൾ മുട്ടയാണെങ്കിലും കിഴങ്ങാണെങ്കിലും അതിലിടുമ്പോൾ ഇങ്ങനെ മാവ് ഒഴുകി പോകരുത്. അത്യാവശ്യം അതിൽ പിടിച്ചിരിക്കണം. എന്നാൽ കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ മാവിൻ്റെ മാത്രം ടേസ്റ്റ് ആയി പോകും. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ മതിയാവും. ഈ ഒരു കട്ടി കറക്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ചെറിയൊരു പുളി ടേസ്റ്റ്, കൂടുതലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡിയായി. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എന്താണോ ഫ്രൈ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ മുക്കി അങ്ങ് ഫ്രൈ ചെയ്താൽ മതി. ഞാനപ്പോൾ ആദ്യം ഒരു സവോളയാണ് കേട്ടോ ഇതിൽ ജസ്റ്റ് ബജ്ജിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുകയാണ്. ഒരുപാട് കട്ടിയിലല്ല, കുറച്ചൊരു കനം കുറച്ച് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, അത് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കിഴങ്ങ് ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിലുള്ള കഷ്ണം ഒന്ന് മുക്കി മുഴുവനായിട്ടിട്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സവോള നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു മുട്ട ബജ്ജി അല്ലെങ്കിൽ കിഴങ്ങ് വാഴക്ക ബജ്ജി അതിൻ്റെ അത്രയ്ക്ക് പോരട്ടോ ഉള്ളി. കുഴപ്പമില്ല, ഒന്നും ബജ്ജിക്ക് വേണ്ടി ഉണ്ടാക്കാനില്ലാത്തൊരു സമയത്ത് ഒരു ബജ്ജി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൂ. കാരണം ഉള്ളി അത്രയ്ക്ക് അങ്ങ് ക്രിസ്പിയായി കിട്ടില്ല, എന്നാൽ ഒരു രസമുണ്ട് താനും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ 2 ഭാഗവും നല്ലോണമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്കോ സ്ട്രെയിനറിലേക്കോ ആയിട്ടോ ഇട്ട് വെക്കാം കേട്ടോ. ബാക്കിയുള്ള മാവിൽ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ട ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കണമെങ്കിൽ അങ്ങനെ ആക്കുക. എന്നിട്ട് ഇതുപോലെ അല്ലെങ്കിൽ മുഴുവനോടെ വേണമെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കുക കേട്ടോ, മുഴുവനായിട്ട് ഇങ്ങനെ. അപ്പോൾ എപ്പോഴും നമ്മൾ ബജ്ജി ആക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ മുട്ടയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം മാവ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നോളും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി അത്യാവശ്യം കളറൊക്കെ മാറി വരുന്ന സമയത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. മുട്ട ബജ്ജി ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു മാവിൽ വെച്ചുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ഇത് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പം അതും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതും എടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കനം കുറച്ച് മുറിച്ചെടുക്കണം കേട്ടോ. കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ ഉൾഭാഗം വേവാത്ത പോലെയാവും. കനം കുറച്ചാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. പുറത്തുള്ള ഒരു മാവും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുള്ള ഒരു കിഴങ്ങും കൂടെ കൂട്ടി കഴിക്കും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കിഴങ്ങ് മുറിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി മസാലപ്പൊടികളൊക്കെ ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഈ ഒരു മാവിൽ മുക്കിയിട്ടും ഫ്രൈ ചെയ്യാം കേട്ടോ. ആ ഒരു രീതിയിലും ചെയ്യാം. അതുപോലെ തന്നെ വാഴയ്ക്ക അല്ലെങ്കിൽ നമ്മുടെ കടച്ചക്ക അതൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല തണുപ്പുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു ബജ്ജി നല്ല ചൂടോടുകൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. തണുത്ത് കഴിഞ്ഞാൽ എന്തായാലും അത്ര പോരാട്ടോ. പിന്നെ നമുക്കിത് ചമ്മന്തി കൂട്ടിയിട്ടോ ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. നല്ല ചൂട് ചായയുടെ കൂടെ സൂപ്പറായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്